ഫെഡറേഷൻ ഓഫ് മലയാളം ബുക്ക് പബ്ലിഷേഴ്സിൻ്റെ പേരിലുള്ള പുസ്തക പ്രകാശനം ഇവിടെ നടക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ട വ്യക്തികളോട് ഡയസിൽ വന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് ഫെഡറേഷൻ ഓഫ് മലയാളം പബ്ലിഷേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് അംഗവും വായനപ്പുരയുടെ പ്രസാധകനുമായ ശ്രീ പോൾസൺ വായനപ്പുരയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഇന്നിവിടെ പുസ്തകം പ്രകാശനം ചെയ്യാനെത്തിയിട്ടുള്ള ബഹുമാന്യനായ ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് സാർ, ഫെഡറേഷൻ ഓഫ് മലയാളം ബുക്ക് പബ്ലിഷേഴ്സിൻ്റെ പ്രസിഡൻ്റായ ശ്രീ അനിൽ വേഗ, പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ സുനിൽ പി മതിലകം, എഴുത്തുകാരി മിനി മോഹനൻ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 1995 ഒരു ഏഷ്യൻ രാജ്യമായ ബ്രൂണൈ എന്ന സ്ഥലത്ത് എൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് പോകേണ്ടി വന്നു. ബ്രൂണൈയിൽ ഞാൻ ചെന്നിറങ്ങുമ്പോൾ, അതിനു മുൻപ് മറ്റൊരു വിദേശ രാജ്യത്തും പോയി പരിചയമില്ലാത്ത ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് പോകുന്നത്. ബ്രൂണൈയിൽ ചെന്നിറങ്ങിയപ്പോൾ നമ്മുടെ കേരളം പോലെ തന്നെ മനോഹരമായ ഒരു കൊച്ചു രാജ്യം, ഏകദേശം നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ രാജ്യം ബ്രൂണൈ. അവിടെ ചെന്നപ്പോൾ കണ്ട ചില കാഴ്ചകൾ ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അവിടെ കൂടുതലും ആളുകൾ ജീവിച്ചിരുന്നത് അവിടുത്തെ നദികളിലാണ്. നദികളിൽ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തൂണുകൾ നാട്ടി ആ തൂണുകൾക്ക് മേലെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെയാണ് വീടെല്ലാം വെച്ച് താമസിച്ചിരുന്നത്. അത്തരത്തിൽ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായതുകൊണ്ട് ഇതെന്താണ് ഇങ്ങനെ ഇവർ ജീവിക്കാനുള്ള കാരണം അന്വേഷിച്ച് സ്വാഭാവികമായിട്ട് നമ്മളതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങൾ തേടി പോകും. അതുപോലെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ രാജ്യത്തിൻ്റെ ചരിത്രവും അവിടുത്തെ ജനങ്ങളുടെ കൾച്ചർ, സംസ്കാരവും അവിടുത്തെ സുൽത്താനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും, എന്തിനേറെ അവിടുത്തെ സെക്യൂരിറ്റി പോലും, റോയൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ പറയുമ്പോൾ, ബ്രൂണൈ മ്യൂസിയം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോയപ്പോൾ അവിടെ വാച്ച്മാനായിട്ട് നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ കണ്ട ഉടനെ എൻ്റെ അടുത്തേക്ക് വരികയും നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. അയാൾ സംസാരിച്ചത് ഹിന്ദിയിലായിരുന്നു. അപ്പോൾ അയാൾ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ നേപ്പാളിയാണ്. അപ്പോൾ അയാൾ റോയൽ സെക്യൂരിറ്റിയിൽ ജോലി ചെയ്യുന്ന നേപ്പാളി. അയാൾ എന്നോട് പറഞ്ഞു നമ്മൾ അയൽവാസികളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ ഇത്ര വർഷങ്ങളായിട്ട് നേപ്പാളിൻ്റേതായിട്ടൊരു കമ്മ്യൂണിറ്റി ബ്രൂണൈയിലുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാമ്പുറ ചരിത്രങ്ങളിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന സമയത്ത് ബ്രൂണൈ സുൽത്താനിൻ്റെ റോയൽ സെക്യൂരിറ്റിയിലേക്ക് ഇന്ത്യൻ ഭടന്മാരെ ആവശ്യപ്പെടുകയും ഇന്ദിരാഗാന്ധി അത് കൊടുക്കാൻ വിസമ്മതിച്ചു എന്നൊരു ചരിത്രം. അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞത്, എൻ്റെ മക്കൾ മറ്റൊരു രാജാവിനെ സേവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. അത് റോയൽ സുൽത്താന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും റോയൽ സുൽത്താൻ ഉടനെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഗൂർഖകളെ റോയൽ സെക്യൂരിറ്റിയിലേക്ക് നിയമിക്കുകയും ചെയ്തു. ഇങ്ങനെ ഓരോ കാഴ്ചകൾക്ക് പിന്നിലും ഒരുപാട് ചരിത്രങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞത്. നമ്മുടെ എഴുത്തുകാരി മിനി മോഹൻ ഇവിടെ ഈ പുസ്തകത്തിലൂടെ അവർ സന്ദർശിച്ച രാജ്യങ്ങളും കണ്ട കാഴ്ചകളും അതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങളും അടയാളപ്പെടുത്തിയതാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന കിഴക്കൻ ഏഷ്യൻ മരതകമണികൾ എന്ന് പറഞ്ഞ പുസ്തകം. മലയാള സഞ്ചാര സാഹിത്യ രംഗത്ത് വളരെ കുറച്ച് പേര്, എൻ്റെ അറിവിൽ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് സഞ്ചാര സാഹിത്യം എഴുതി ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത്. നമുക്ക് ഒരുപാട് പൂർവികരുണ്ട്, എസ് കെ പൊറ്റക്കാട് പോലുള്ള ഒരുപാട് പൂർവികരുണ്ട് സഞ്ചാര സാഹിത്യ രംഗത്ത്. പക്ഷേ ഈ വിഷ്വൽ മീഡിയയിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള ചില, സുജിത് ഭക്തൻ, സന്തോഷ് ജോർജ് കുളങ്ങര തുടങ്ങിയിട്ടുള്ള വളരെ കുറച്ച് പേര് മാത്രമാണ് കാണുന്ന കാഴ്ചകളുടെ പിന്നാമ്പുറ ചരിത്രം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് സംവദിച്ചിട്ടുള്ളത്. മിനി മോഹൻ്റെ പുസ്തകത്തിലും എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളത്, അവർ കാണുന്ന കാഴ്ചകൾക്ക് പിന്നിലുള്ള ചരിത്രങ്ങൾ
അന്വേഷിക്കുകയും അവ പഠിച്ച് ചരിത്രത്തെ കൂടി പഠിച്ച് തൻ്റെ വായനക്കാർക്ക് കൂടി പകർന്നു കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇത് എഴുതി പോയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മയുള്ളത്, ഈ പുസ്തകത്തിൽ സ്വച്ഛാധിപതിയായ പോൾ പോണ്ടിൻ്റെ സ്മാരകം സന്ദർശിക്കാൻ ചെന്ന ഒരു ഡീറ്റെയിൽസ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രന്ഥകാരി അതിൻ്റെ ഫോട്ടോസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് സംഘടിപ്പിച്ച് ആ ചാപ്റ്ററിൽ ആ ഫോട്ടോ ഉൾപ്പെടുത്തി അതിൻ്റെ പ്രൂഫ് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അത്രയും നിഷ്ഠൂരനായ ഒരാളുടെ ഫോട്ടോ, ആ സ്മാരകത്തിൻ്റെ ഫോട്ടോ എൻ്റെ പുസ്തകത്തിൽ വയ്ക്കണ്ട, അതെടുത്ത് മാറ്റിയേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞപ്പോൾ എഴുത്തുകാരിയുടെ ഉള്ളിലെ നന്മ, അതല്ലെങ്കിൽ അഹിംസ പ്രോത്സാഹിപ്പിക്കുന്ന, ഹിംസയ്ക്ക് എതിരായിട്ടുള്ളൊരു മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു നല്ല മനസ്സിനുടമ കൂടെയാണ് നമ്മുടെ എഴുത്തുകാരത്തി. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ കൂടുതലും വായനപ്പുര പബ്ലിക്കേഷൻ തന്നെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ പ്രകാശന ചടങ്ങിനാണ് നിങ്ങളിവിടെ നിന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം പറയുന്നതിനോടൊപ്പം തന്നെ പുസ്തക പ്രകാശനത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് സാറിനെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഫെഡറേഷൻ്റെ പേരിലും വായനപ്പുരയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് എൻ്റെ സുഹൃത്തായ ശ്രീ സുനിൽ പി മതിലകമാണ്. ഈ അടുത്ത് ബാലസാഹിത്യ അവാർഡ് നേടിയ അദ്ദേഹം ഇതിഹാസ മതിലകം എന്ന് പറഞ്ഞ ബൃഹത്തായൊരു പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയാണ്. നല്ല എഴുത്തുകാരനാണ്, സംഘാടകനാണ്. സുഹൃത്തായ സുനിൽ പി മതിലകത്തെ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനേക്ക് ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എനിക്ക് പ്രത്യേകം പറയേണ്ടത് എൻ്റെ സുഹൃത്തു കൂടിയായ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ അനിൽ വേഗ. അദ്ദേഹം ഒരു എഴുത്തുകാരനും ചിത്രകാരനും സർവോപരി നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പ്രസാധകനും കൂടിയാണ്. ഡോൺ ബുക്സ് എന്നൊരു സ്ഥാപനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരി മിനി മോഹൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ്. കൂടുതലും സഞ്ചാര സാഹിത്യത്തിലാണ് ആൾക്ക് താല്പര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സഞ്ചാര സാഹിത്യത്തെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. ശ്രീമതി മിനി മോഹൻ്റെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഫെഡറേഷൻ്റെ പേരിലും വായനപ്പുര പബ്ലിക്കേഷൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്യക്ഷ പ്രസംഗം അധികം നീട്ടുന്നില്ല. എങ്കിലും ഒരു പുസ്തക പ്രസാധകരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഏതാണ്ട് ഒരു 50ഓളം പ്രസാധകരുടെ ഒരു കൂട്ടായ്മയാണ് ഫെഡറേഷൻ ഓഫ് മലയാളം ബുക്ക് പബ്ലിഷേഴ്സ്. സാധാരണ നിലയിൽ ചെറിയ പ്രസാധകരെ സംബന്ധിച്ചോളം വലിയ ഇടങ്ങളിൽ വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഞങ്ങളെല്ലാവരും തന്നെ ചെറിയ പ്രസാധകരാണ്, സമാന്തര പ്രസാധകർ. ചെറുതെന്ന് പറഞ്ഞാൽ പുസ്തകം മോശമല്ല, പുസ്തകത്തിൻ്റെ എണ്ണം ചിലപ്പം കുറവായിരിക്കും, പക്ഷേ പുസ്തകത്തിൻ്റെ അകക്കാമ്പ് നല്ല പുസ്തകങ്ങളാണ് ഞങ്ങളെല്ലാവരും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതൊരു ഇതുപോലെ വലിയ ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുകയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ള ഒരു പ്രതിരോധം കൂടെ നമ്മുടെ ഇതിലുണ്ട്. കാരണം ഇത് സംഘടന എന്ന് പറയുന്നത് പുസ്തക പ്രസാധകരായിട്ടുള്ള ആളുകളുടെ നിലനിൽപ്പുമായി തന്നെ ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം ധാരാളം ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഫെസ്റ്റിവലുകളിലും ഒക്കെ പങ്കെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആണ് ഞങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ലൈബ്രറി കൗൺസിൽ മേളകൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെറിയ പ്രസാധകർ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ബഹുമാനായ ഡോക്ടർ എൻ ജയരാജ് സാറ് കേരള ചരിത്രത്തിൽ തന്നെ നിയമസഭയിൽ ആദ്യമായിട്ട് പുസ്തക പ്രസാധകർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ച ആളാണ്. നിയമസഭയിൽ ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ ആയിട്ട് അടയാളപ്പെടുത്തുന്നു. അതായത് നിയമസഭാ പുസ്തകമേള പോലെ തന്നെ ലൈബ്രറി, നമ്മുടെ ഈ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന പുസ്തകമേളകൾ വളരെ ആരോഗ്യകരമായി ഇപ്പോൾ 25 വർഷമായിട്ട് നടക്കുന്ന ആ മേളകളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കുറേയും കൂടെ സാധാരണ പ്രസാധകരെ സഹായിക്കുന്ന രീതിയിലേക്ക് ഉള്ള നിയമനിർമ്മാണം നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നിയമസഭയിൽ അദ്ദേഹം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് അവിടുന്ന് ഉത്തരം വന്നിട്ടുമുണ്ട്. അപ്പം തമിഴ്നാട് മോഡലിലൊക്കെ അവിടെ നടക്കുന്ന പോലെയുള്ള പുസ്തകമേളകൾ, അതുപോലെ തന്നെ ഇതൊരു ജനകീയ ആഘോഷമായിട്ട് പലപ്പോഴും അത്തരം പുസ്തകമേളകൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ നടക്കുന്നതെന്ന് മാറ്റിയിട്ട് ഈ പറയുന്ന
ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട രീതിയിൽ അത് വലിയ രീതിയിലേക്ക് ജനങ്ങൾ കൂടി അതിലേക്ക് വരുന്ന രീതിയിലേക്ക് എത്തിയ ഒരു മേളയാക്കി അത് മാറ്റണമെന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തിയ ആ ഒരു ഇടപെടലിനെ ഈ വേദിയിൽ വളരെ ആദരപൂർവ്വം അദ്ദേഹത്തോടുള്ള സംഘടനയുടെ നിസ്സീമമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തക പ്രസാദ ചടങ്ങിൽ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ദീർഘമായിട്ട് പറയുന്നില്ല. ഈ പുസ്തകത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗൻ പറഞ്ഞു. അപ്പം നമ്മുടെ അടുത്തത് ഈ പുസ്തക പ്രകാശനമാണ്. പുസ്തകം പ്രകാശിപ്പിക്കുവാനായിട്ട് ബഹുമാനായ ഡോക്ടർ എൻ ജയരാജ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങാനായി പ്രിയ കഥാകാരൻ സുനിൽ പി മതിലകത്തെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജയരാജ് സാർ സംസാരിക്കും. ചടങ്ങിനെ സ്വാഗതാശംസിച്ച ശ്രീ പോൾസൺ അവറുകൾ, പ്രിയപ്പെട്ട അനിൽ വേഗ, അതോടൊപ്പം തന്നെ പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ സുനിൽ പി മതിലകം, ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീമതി മിനി മോഹനൻ, ശ്രീ കാഞ്ചിയാർ മോഹൻ അവറുകൾ, വേദിയിലുള്ള സദസ്സിനുള്ള ഏറെ പ്രിയപ്പെട്ടവർ, പുസ്തക പ്രസാധകന്മാരുടെ ഒരു സംഘടന. കാരണം എല്ലാം പ്രതിരോധത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്, എല്ലാ അധിനിവേശത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ പ്രസാധന രംഗത്ത് പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക്, ചെറുകിട പ്രസാധകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും നേടാൻ കഴിയില്ല. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് കൂടുതൽ മികച്ച പുസ്തകങ്ങളുമായി ഒരുമിച്ച് ഒരു യാത്ര, ഒരു വേള സൃഷ്ടിക്കാൻ വേണ്ടി യഥാർത്ഥത്തിലെ ഫെഡറേഷൻ മലയാളം ബുക്ക് പബ്ലിഷേഴ്സ് എന്നായി ഈ സംഘടനയ്ക്ക് രൂപം നൽകിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും സംഘടനയുടെ നേതൃത്വത്തിൽ കുറേ പുസ്തകങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനിയും നന്നായി നല്ല പുസ്തകങ്ങൾ ഇറങ്ങട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഇന്നിവിടെ പ്രകാശനം ചെയ്ത ഈ പുസ്തകം കിഴക്കനേഷ്യൻ മരതക മണികൾ എന്ന പുസ്തകം ശ്രീമതി മിനി മോഹൻ്റെ 8ാമത്തെ പുസ്തകമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ ചോദിച്ചു ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു വീട്ടമ്മയാണ് എന്ന് പറഞ്ഞു. ഒരു വീട്ടമ്മ 8 പുസ്തകങ്ങൾ, അത് 8 പലതും പല മേഖലകളാണ്. ഏതാണ്ട് 6ഓളം പുസ്തകങ്ങൾ യാത്രാ വിവരണങ്ങളാണ്, അല്ലേ, യാത്രാനുഭവങ്ങളാണ്, ചെറുകഥകൾ, അങ്ങനെ എഴുത്തിൻ്റെ വ്യത്യസ്തമായ വഴികൾ. സത്യത്തിൽ എവിടെയൊക്കെ സത്യത്തിൽ പുറം ലോകം കൂടുതൽ അറിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എഴുത്തും എഴുത്തിനോടൊപ്പമുള്ള മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെ കുറയുന്നു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതിനൊക്കെ ചില പ്രതിസന്ധിയുള്ളൊരു കാലഘട്ടത്തിൽ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഫെഡറേഷൻ നടത്തുന്ന നല്ല ശ്രമങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ പുസ്തകത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, അത്ഭുതപ്പെടുത്തിയെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും സന്തോഷം തോന്നിയൊരു കാര്യം, മനോഹരമായ ഭാഷയാണ്, അതിമനോഹരമായ ഭാഷയാണ്. പലപ്പോഴും ഒരു അധ്യാപകനായതുകൊണ്ട് എവിടെയെങ്കിലും ഭാഷയിൽ എന്തെങ്കിലും ന്യൂനത കണ്ടാൽ എൻ്റെ കണ്ണ് കൃത്യമായിട്ട് ആ കുഴപ്പത്തിലേക്ക് തന്നെ ചെന്ന് കണ്ടെത്താറുണ്ട്. പക്ഷേ ഞാൻ നോക്കിയിട്ട് അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ടും കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖം കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം വളരെ നന്നായി, നല്ല ഭാഷ, മനോഹരമായ ഭാഷ. 2, മലയാളി യഥാർത്ഥത്തിൽ എൻ്റെ പരിമിതമായ അറിവിൽ മലയാളിയെ ഈ യാത്രാനുഭവങ്ങളിലേക്ക് കൊണ്ടുപോയത് എസ്.കെ. പൊറ്റക്കാടാണ്. എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഞാൻ ഈ പല പ്രദേശങ്ങളെ കണ്ട, ആഫ്രിക്കയിലെ ഇരുണ്ട ഭൂഖണ്ഡങ്ങളെ കൊണ്ടൊക്കെ കണ്ടത്, പോയി കണ്ടതല്ല. പക്ഷേ എസ്.കെ. പൊറ്റക്കാട് എന്ന എഴുത്തുകാരൻ ലോകത്തെ മുഴുവൻ മലയാളിയുടെ മുൻപിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് കാലം എത്ര കടന്നു പോയിട്ടും അദ്ദേഹത്തെ ഓർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ടെങ്കിലും അത് യാത്രകളിൽ അത് എത്ര മനോഹര, ഒരു നോവൽ പോലെ വായിച്ചു പോകാൻ എഴുതുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു അനുഭവമാണ്. അപ്പോൾ ആ ഒരു വലിയ ഒരു കാഴ്ച, ഒരു നല്ല അങ്ങനെയുള്ള കുറേ എഴുത്തുകാരുടെ ഒരു പരമ്പരയിലാണ് മിനി മോഹൻ്റെ ഈ സ്ഥാനം. പുതിയ കാഴ്ചകൾ കണ്ട്, കാരണം ഇതിൽ പറയുന്ന പല രാജ്യങ്ങളും, തായ്ലാൻഡും ലാവോസും വിയറ്റ്നാമും കാംബോഡിയയും ഒക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ വ്യത്യസ്തമാണ്. ഒരു യാത്രയുടെ പ്രത്യേകത ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ മനോഹരമായൊരു വാക്യമുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ വാചകം, അത് ഈ വിശ്വം ഒരു ഗ്രന്ഥമാണ്, സഞ്ചരിക്കാത്തവർ അതിൽ ഒരേട് മാത്രമേ വായിക്കുന്നു എന്നുള്ളത് ഈ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ മനോഹരമായ വാക്കുകളാണ്.
സത്യത്തിൽ യാത്രകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ പോകുമ്പോൾ കാണാം. ഒരുപാട് അനുഭവങ്ങൾ, ചരിത്രങ്ങൾ, അതോടൊപ്പം തന്നെ മിത്തുകൾ, സങ്കല്പങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒരു ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ രീതികൾ, ഒരു ചെറിയ വട്ടത്തിൽ മാത്രം കാണുന്ന വ്യത്യസ്തമായ തലങ്ങൾ, ഇതെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. സന്ധ്യയ്ക്ക് മാത്രം പൂക്കുന്ന മനോഹരമായ ഗന്ധമുള്ളൊരു പൂവുണ്ട്, കാംബോഡിയയിലെ പൂവ്. ആ പൂവിനെക്കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, പക്ഷേ പൂവിൻ്റെ പേരെനിക്കറിയില്ലായിരുന്നു. ഈ പുസ്തകത്തിലാണ് ഞാൻ ആ പൂവിൻ്റെ പേര് കണ്ടെത്തിയത്. സത്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ, ബുദ്ധപ്രതിമകൾ, രാവിലെ ബുദ്ധസന്യാസിമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന നാട്ടുകാരുടെ നീണ്ട നിരകൾ, ഇങ്ങനെ ഒരുപാട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറെ ഈ ചില പ്രദേശങ്ങളെക്കുറിച്ച് തെറ്റായ ഒരുപാട് ധാരണകൾ വരുമ്പോൾ, സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പലപ്പോഴും പറയാറുണ്ട്, പക്ഷേ അവിടെയൊക്കെ ടൂറിസമൊക്കെ ആധുനിക കാലത്ത് വളർന്ന് വികസിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാംബോഡിയയിലെ വിശ്വപ്രസിദ്ധമായ ക്ഷേത്രം ഉൾപ്പെടെ, കാരണം ക്ഷേത്രത്തിന് തന്നെ ഒരു വലിയ ചരിത്രമുള്ളതാണ്. ഒരുപാട് രാജവംശങ്ങളുടെ, അല്ലേ, ഒരുപാട് രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച കാംബോഡിയയുടെ ഇന്ന് ലോകത്തിലെ അത്ഭുതമായി നിൽക്കുന്ന അവിടുത്തെ ക്ഷേത്രം ഉൾപ്പെടെ നമ്മുടെ മുമ്പ് ഒരുപാട് കാഴ്ചകൾ. അത് വളരെ ഹ്രസ്വമായി മനോഹരമായി പറയും. ബ്രിവിറ്റി ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്. കുറച്ച് വാക്കുകൾ കൊണ്ട് മനോഹരമായി ഇത് അവതരിപ്പിച്ചെന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ആശംസകൾ നൽകുകയാണ്. ഇനിയും എഴുത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയട്ടെ. പുസ്തകം ഏറ്റുവാങ്ങുന്നത് എന്തുകൊണ്ടും ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട ശ്രീ സുനിൽ പി മധുരകമാണ്. ഒരുപക്ഷെ ഇളങ്കോവടികളുടെ പുസ്തകം, ഇല്ലേ, ചിലപ്പതികാരത്തിന് തുടക്കമിട്ട ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ബുദ്ധ ജൈന സങ്കേതങ്ങളിലൊന്നായിരുന്ന മധുരകം, ആ മധുരകത്ത് നിന്ന് വന്നൊരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ, ഇളങ്കോവടി ചരിത്രവും മിത്തും സങ്കല്പങ്ങളും ഒക്കെ ഇടകലർന്ന് കിടക്കുന്ന ഒരു പുസ്തകം, യാത്രകളുടെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു പുസ്തകം. ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്താണ് ഏറ്റുവാങ്ങുന്നുള്ളതും ഒരു സന്തോഷകരമായ കാര്യമാണ്. ഇതിലെ മുൻകൈയെടുത്ത ഫെഡറേഷനെ വളരെ പ്രത്യേകമായിട്ട് അനിലിനെ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാ അനുവാദത്തോടെ നമ്മുടെ ഈ പുസ്തകം ഈ കിഴക്കനേഷ്യൻ മരതകമണികൾ എന്ന മിനി മോഹൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് സുനിൽ പി മതിലകം. ആദരണീയ അധ്യക്ഷൻ, നമ്മുടെ ഫെഡറേഷൻ ഓഫ് മലയാളം പബ്ലിക്കേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വേഗ, ഇന്ന് ഈ പുസ്തകം പ്രകാശന കർമ്മം നിർവഹിച്ച നമുക്കേറെ പ്രിയങ്കരനായ ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജൻ സാർ, ഈ പുസ്തകത്തിൻ്റെ പ്രസാധകനും ഒക്കെ ആയിട്ടുള്ള പോളിസൺ വായനപ്പുര, ഗ്രന്ഥം രചിച്ച മിനി മോഹനൻ അടക്കമുള്ള വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇത്തരമൊരു യാത്രാ വിവരണ ഗ്രന്ഥം സാറിൽ നിന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. സ്വാഗത പ്രാസംഗത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ യാത്രാ വിവരണ സാഹിത്യത്തിൽ നമ്മുടെ സ്ത്രീ എഴുത്തുകാർ വളരെ വിരളമാണ്. അതിൽ വിജയിച്ചവരും വളരെ കുറവാണ്. മിനി മോഹനൻ കഥാസാഹിത്യത്തിലും കവിതയിലും ഒക്കെ തന്നെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ്. ഒട്ടേറെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ, വെറുതെ യാത്ര ചെയ്യൽ മാത്രമല്ല, താൻ കണ്ടതും അറിഞ്ഞതുമായ രാജ്യങ്ങളുടെ ചരിത്രവും കണ്ട കാഴ്ചകളും ഒക്കെ തന്നെ വളരെ രസകരമായിട്ട് നല്ല ഭാഷയിൽ വായനക്കാർക്കായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക എന്നൊരു സാഹിത്യത്തിലെ ഒരു സത്കർമ്മമാണ് ഈ ഗ്രന്ഥത്തിലൂടെ മിനി മോഹനൻ നിർവഹിച്ചിട്ടുള്ളത്. മിനി മോഹൻ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ, ഇതേ രീതിയിലുള്ള ഒട്ടേറെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മലയാള സാഹിത്യത്തിന് നൽകാനുള്ള ഊർജവും ശക്തിയുമൊക്കെ ഈ പ്രകാശന ചടങ്ങ് പ്രദാനം ചെയ്യട്ടെ. അവരുടെ എഴുത്ത് ജീവിതത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഫെഡറേഷൻ ഓഫ് മലയാളം പബ്ലിക്കേഷൻ്റെ പ്രത്യേക അനുമോദനവും അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ശ്രീ കാഞ്ചിയാർ മോഹൻ. വേദിയിലുള്ള ബഹുമാന്യ
സുഹൃത്തുക്കളെ, നമ്മുടെ ഇവിടെ ഒരു വലിയ സമയമൊന്നും കിട്ടില്ല എങ്കിൽ പോലും ഒരു പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയുക എന്ന് പറയുന്നത്, ഇത്തരം ഒരു പുസ്തകം എന്ന് പറയുന്നതിന് അഭിപ്രായം പറയുക എന്ന് പറയുന്നൊരു അരമണിക്കൂറെങ്കിലും കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ മറ്റൊരു വേദിയിൽ പറയുന്നതാണ്. അനുഭവേദ്യമായ യാത്രാ വിവരണമാണ് ഈ പുസ്തകത്തിൻ്റെ ഓരോ താളുകളിലും. വളരെ ഭംഗിയുള്ള ഭാഷാശൈലിയിൽ ഇത്തരമൊരു പുസ്തകം നെയ്തെടുക്കുവാൻ കാഞ്ചാറുകാരിയായ ശ്രീമതി മിനി മോഹന് കഴിഞ്ഞതിൽ അഭിമാനം കൊള്ളുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഹരി ഏറ്റുമാനൂർ. ഞാൻ ദേവഭൂമി എന്നൊരു ആധ്യാത്മിക മാസികയുടെ എഡിറ്ററായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അതിൽ മിനി മോഹനെ കൊണ്ട് ഒരു കോളം തുടങ്ങിയിരുന്നു. ബോംബെയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള യാത്രകൾ. അത് ഞാൻ അവിടുന്ന് പോയിട്ട് ഇപ്പോഴും അതിൽ കോളം തുടരുന്നുണ്ട്. എൻ്റെ ഒരു സ്വന്തം അനുജത്തെ പോലെയാണ്. സമയപരിമിതി മൂലം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ സാറ് പറഞ്ഞ മാതിരി വീട്ടമ്മ എന്ന് പറഞ്ഞാണല്ലോ, പക്ഷെ അവരുടെ നല്ല നല്ല എഴുത്തുകളാണ് വരുന്നത്. മിനി മോഹന് വലിയൊരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇനി ഗ്രന്ഥകാരി സംസാരിക്കും. ഏറ്റവും ബഹുമാന്യനായ ശ്രീ ജയരാജ് സാർ, അനിൽ വേഗ സാർ, സുനിൽ സാർ, പോൾസൺ സാർ, കാഞ്ചിയാർ മോഹനൻ സാർ, വേദിയിൽ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഇത്രയും മഹനീയമായ ഒരു വേദിയിൽ എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുക എന്നതാണ് ഒരുപക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്ന ഒരു കാര്യവുമായിരുന്നില്ല. ഇന്നിതിവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് സർവേശ്വരനോടും ആരോടൊക്കെയാണ് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെ എല്ലാ നന്ദിയും ഞാൻ ഇങ്ങനെ എന്താ പറയുക, വാക്കുകൾക്ക് അതീതമായി എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഈ ഒരു വേദി ഒരുക്കി തരുന്നതിന് ഫെഡറേഷൻ ഓഫ് മലയാളം ബുക്ക് പബ്ലിഷേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും എൻ്റെ പുസ്തകത്തിൻ്റെ പ്രസാധകനായ വായനപ്പുരയുടെ പ്രധാനിയായ ശ്രീ പോൾസൺ സാറിനും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു അവസരം അവരാണ് എനിക്ക് ഒരുക്കി തന്നതെന്നുള്ളതിൽ എല്ലാ കടപ്പാടുകളും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേരാൻ സമ്മതം തന്ന ശ്രീ ജയരാജ് സർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് തിരക്കുകളുണ്ട്. അദ്ദേഹത്തിന് ഈ തിരക്കുകൾക്കിടയിലും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരാനും പുസ്തകം പ്രകാശനം ചെയ്യാനും സമ്മതിച്ചതിലുള്ള എൻ്റെ അഗൈതവുമായ നന്ദി ഞാൻ ഹൃദയത്തിൽ നിന്ന് രേഖപ്പെടുത്തുകയാണ്. പുസ്തകം സ്വീകരിക്കാനെത്തിയ ശ്രീ സുനിൽ സാറിനും എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുന്നു. പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എത്തിയ എല്ലാവർക്കും, വേദിയിലും സദസ്സിനുള്ള എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഇനിയും എൻ്റെ എല്ലാ ഹൃദയത്തിൽ നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പുസ്തകം കിട്ടുന്നത് സ്റ്റാൾ നമ്പർ 73 ആണ്. 73ാമത്തെ സ്റ്റാളാണ് ഫെഡറേഷൻ ഓഫ് കേരള ബുക്ക് പബ്ലിഷേഴ്സ്. ഞങ്ങളുടെ ബുക്ക് പബ്ലിഷേഴ്സിൻ്റെ സ്റ്റാൾ അതാണ്. ഈ സ്റ്റാളിൽ ഏതാണ്ട് 10ഓളം പ്രസാധകർ, ഈ 10 പ്രസാധകരും തുടർച്ചയായിട്ട് ഈ കഴിഞ്ഞ 4 സീസണിലും ഇവിടെ പങ്കെടുത്തവരാണ്, അല്ലാതെ പുതിയ ആൾക്കാരൊന്നുമല്ല. 4 സീസണിലും പങ്കെടുത്തവരാണ്. 4ാമത്തെ സീസണായപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാൻ, ഒരുമിച്ചൊരു സ്റ്റാളായിട്ട് പങ്കെടുക്കാനായിട്ട് ഉള്ള ഒരു ആലോചന വരികയും 10 പ്രസാധകർ ഒരുമിച്ച് ഇവിടെ എത്തിച്ചേരുകയും. ഇപ്പോൾ 10 പ്രസാധകരുടെ വ്യത്യസ്തമായ 10 പുസ്തകങ്ങളാണ്. ഇപ്പോൾ 50 പ്രസാധകരാണ് നമ്മുടെ സംഘടനയിലുള്ളത്. ഇപ്പോൾ മറ്റ് ധാരാളം പുതിയ അപേക്ഷകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കൂട്ടായ്മയാണ്. കേരളത്തിൽ ആദ്യമാണിത്. ഇങ്ങനെ പ്രസാധകർ പരസ്പരം അങ്ങനെ ഒരു സംഘടിക്കുന്ന സ്ഥിതിയില്ല. കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും SI മാരെന്ന് പറയുന്ന പോലെയാണ് പ്രസാധകരുടെ കാര്യം. ആരും ആരോടും
അങ്ങനെ ഒരു സഹകരണമൊന്നുമില്ല. അതൊക്കെ മാറി. ഇപ്പോൾ അത് മാറിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ശക്തിയുണ്ടെന്നും എല്ലാവരുടെയും പുസ്തകങ്ങൾ ഒരുപോലെ ഒരു സ്ഥലത്ത് പ്രദർശിപ്പിക്കുമ്പോൾ അത് വ്യത്യസ്തമായ പുസ്തകങ്ങളാണെന്നും അത് പലർക്കും പല ശ്രേണിയിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമെന്നുള്ളൊരു തിരിച്ചറിവ് പ്രസാധകർക്കുണ്ടായിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ഞങ്ങളുടെ പുസ്തകങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് വിസിബിലിറ്റി വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്, ഞാൻ ഇന്നലെ അത് വീണ്ടും പറഞ്ഞു, അപ്പം നമുക്ക് രണ്ടാമതൊരു അവസരം കിട്ടിയതാണ്. അത് നിയമസഭയാണ്. നിയമസഭയുടെ ഈ ഒരു അകത്തളം നമ്മുടെ സാധാരണ പ്രസാധകരെ സംബന്ധിച്ചോളം ഒരു വലിയ കാര്യമാണ്. ഇങ്ങനൊരു വേദി സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല ചെറിയ പ്രസാധകർ. ഒരു കുറവായിട്ട് നമ്മളിപ്പോൾ അത് ആത്മവിമർശനമായിട്ട് പറഞ്ഞ് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. നിയമസഭ അങ്ങനെ നിലപാടെടുത്തില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇന്ന് ചർച്ച ചെയ്യാനോ ഇങ്ങനെ സംസാരിക്കാനൊന്നും ഒരു വേദിയില്ല. ഈ 4 സീസണിലായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ നറുക്ക് കിട്ടുന്ന സ്പേസ് അതിന് ചെറുതൊന്നോ വലുതൊന്നോ ഇല്ലാതെ ഉണ്ട്. ഇപ്പോൾ ചെറിയ സ്റ്റാളുകളെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ കാണാൻ വലിയ ഭംഗിയാണ്. വ്യത്യസ്തമായ അതായത് 180ഓളം പ്രസാധകരും 300ഓളം സ്റ്റാളുകളും വന്ന ഒരു വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പുസ്തകങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അതിന് കേരള നിയമസഭയ്ക്കും അതിൻ്റെ നാഥനായ ശ്രീ AN ശംസീർ സാറിനുള്ള നന്ദി ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് അവസാനിച്ചായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.